അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് മുഴുവൻ പ്രവാസികളോട് പറയാം കേട്ടോ. സൗദി അറേബ്യയിലെ പ്രവാസികളെ പ്രത്യേകിച്ച് ഞാനടക്കം ഒരുപാട് പ്രവാസികളുടെ പലതരത്തിലുള്ള ജോലി ചെയ്യുന്നവരുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പല സമയത്തായിരിക്കും പലതരത്തിലുള്ള ഡ്യൂട്ടികൾ. അപ്പോൾ ഉറക്ക് ഭക്ഷണം ഒന്നും കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട്. ചിലർക്ക് രാത്രി ഡ്യൂട്ടി, പകൽ ഡ്യൂട്ടി. അപ്പോൾ ഭക്ഷണം വരെ സമയത്തിന് കഴിക്കാൻ പറ്റാത്തവരുണ്ട്. ഭക്ഷണം റൂമിലുണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. ഭക്ഷണം റൂമിലുണ്ടാക്കാൻ കഴിയാത്തവർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നവരൊക്കെ. അപ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉള്ള ആളുകളുണ്ട്. ഷുഗറുണ്ട്, പ്രഷറുള്ളവരുണ്ട്, അതേപോലെ കൊളസ്ട്രോള്, തൈറോയിഡ്, പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അതിൽ ഈ വയറിൻ്റെ ഗ്യാസിൻ്റെ അസുഖമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഈ നെഞ്ഞരിച്ചിൽ നെഞ്ഞുവേദന എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വരുന്ന സമയത്ത് നമ്മളത് നിസ്സാരമായിട്ട് വരുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യും, ക്ലിനിക്ക് പോകും. ക്ലിനിക്ക് പോയിട്ട് അവർ നോക്കി ചോദിക്കാൻ പറയും, ഇത് എന്താ കഴിച്ചിരുന്ന് ചോദിക്കും. അപ്പോൾ എന്നെ സംഗതി കഴിച്ചു, നമ്മൾ ഗ്യാസാന്ന് തന്നെ ഗുളിക തരും. നമ്മൾ മൈൻഡ് ചെയ്യില്ല. പിന്നെ വേദന അത് എരിച്ചിൽ മാറില്ല, ചെറിയ ഗുളിക എന്നിട്ട് മാറാത്ത നമ്മൾ മൈൻഡ് ചെയ്യില്ല, പിന്നെയും അവിടെ തന്നെ പോകും. എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നെഞ്ഞരിച്ചിൽ നെഞ്ഞുവേദനയുള്ള ആളുകൾ എവിടെ പോകേണ്ടത് വെച്ചാൽ നേരെ പോകേണ്ടത്, ഒന്നും ആരും കാത്തിരിക്കേണ്ട. ഇനി വണ്ടിയിലേക്ക് അത് ടാക്സി ഇങ്ങനെ വിളിച്ചിട്ട് നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുക. ജിദ്ദയിലാണെങ്കിൽ ഇവിടെ പിന്നെ ജാമിയ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് പോകേണ്ടത്. റിയാദിലാണ് അവിടെ. അതിന് എവിടെയെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. ഇനി പിന്നെ ഈ പിന്നെ നെഞ്ഞരിച്ചിൽ നെഞ്ഞുവേദനയ്ക്ക് വന്ന രോഗി ഉംറകാരനായിക്കോട്ടെ, വിസിറ്റിങ്ങുള്ള ആളായിക്കോട്ടെ, വിസകാരനായിക്കോട്ടെ, ഏവർക്കും അവിടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെക്കപ്പ് ചെയ്ത് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്രത്യേക പരിഗണന ഉണ്ടാവും. ഈ ഒരു അസുഖത്തിന് മുൻഗണന ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് 2 ദിവസം മുമ്പ് ഇതേപോലെ നെഞ്ഞുവേദന നെഞ്ഞരിച്ചിൽ എന്ന് പറഞ്ഞിട്ട് ജിദ്ദയിൽ നിന്ന് ഷറഫിയ പോയിട്ടൊരു ക്ലിനിക്ക് പോയി കാണിച്ചു. അവിടുന്ന് പറഞ്ഞത് ഗ്യാസാണെന്ന് പറഞ്ഞു. അവർ ഗുളിക കൊടുത്തു. പിന്നെ അതൊന്നും മാറുന്നില്ല. പിന്നെയും വേദന അധികമായി. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം ടാക്സി വിളിച്ചു, നേരെ ജാമിയ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ പോയപ്പോൾ പറഞ്ഞ് ഇത് 3 ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഹാർട്ട് അറ്റാക്കിൻ്റെ 3 ബ്ലോക്കാണ്. 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി 3ാമത്തെ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, 2 ദിവസം കഴിഞ്ഞ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ ഉണ്ട്. അവരുടെ ഫാമിലി വരെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നെഞ്ഞരിച്ചിലോ നെഞ്ഞുവേദന വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഏറ്റവും പോകേണ്ടത്. അല്ലാതെ നിങ്ങൾ ക്ലിനിക്ക് പോയിട്ട് അവിടെയും ഇവിടെ കാണിച്ച് എല്ലാ സമയം പോയി നമ്മുടെ ജീവിതം വരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മറക്കണ്ട. ഓക്കെ, എന്ത് സംശയം വിളിക്കാം, എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.